ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ രാവിലെ തന്നെ അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ മാത്രമേ മെഷീനിലിടലുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ പുറത്ത് കല്ലുമ്മ പോയി തിരുമ്പലാണ്. മെഷീനിലിടാറ് ഭയങ്കര പാടാണ് കിട്ടുക. ഇത് മെഷീനാണ് ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മെഷീനിൻ്റെ അടുത്ത് പൈപ്പൊന്നുമില്ല. അതേമാതിരി മെഷീനിക്ക് വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിച്ചണം. പിന്നെ നമ്മൾ ഒലുമ്പണമെങ്കിലും ബാത്റൂമിൽ കൊണ്ടുപോയി ഒലുമ്പണം. പിന്നെ അത് കഴിഞ്ഞ് ഉണക്കണമെങ്കിൽ പിന്നെ ഇതിൽ കൊണ്ടുവന്നിടണം. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ മെഷീനിൽ ഇടാതെ അധികം പോയി കല്ലും വെച്ച് തിരുമ്പൽ തന്നെ. കല്ലും വെച്ച് തിരുമ്പിയാൽ പെട്ടെന്ന് തന്നെ പണി കഴിയും. ഇത് വെള്ളം പാരാൻ നിൽക്കണം കുറേ നേരം. വെള്ളം മുക്കി ഇങ്ങനെ നിറയോളം കൊടുന്ന് പാരണ്ടേ, നല്ല പാടാണ് കേട്ടോ. ഏതായാലും ചില നേരത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വലിയ വലിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മെഷീനിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. മെഷീൻ്റെ അടുത്ത് പൈപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇതിവിടെ പൈപ്പൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒലുമ്പാനുള്ളതൊക്കെ അങ്ങനെ ഒലുമ്പിട്ട് കുറേ തിരുമ്പാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒലുമ്പലൊക്കെ കഴിഞ്ഞ് വെള്ളം ഒന്ന് ഉണക്കാനൊക്കെ ഇട്ടിട്ടാണ് വേഗത്തിൽ തന്നെ ചോറ്റിന് അങ്ങോട്ട് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ തീ പിടിപ്പിച്ചിട്ട്, പക്ഷെ അങ്ങോട്ട് പിടിച്ച് കിട്ടണില്ല. ഇപ്പം മഞ്ഞായതുകൊണ്ട് പ്രത്യേകിച്ചും പിടിച്ച് കിട്ടണില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതാ ഡ്രസ്സ് ഫുൾ മൊത്തമായിട്ടൊന്ന് പുറത്തായാലും കൊണ്ടുപോയി തോരട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിപ്പോൾ ചില സമയത്ത് വെയിലുണ്ട്, പിന്നെ വെയിൽ പോവുകയും ചെയ്യും. എന്നാലും രാവിലെ തന്നെയാണ് ഇട്ടാൽ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും കേട്ടോ. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അയലുമ്പോൾ നീത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ രാവിലെ മദ്രസയും സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ചായയും കടിയും ഒക്കെ റെഡിയാക്കാനുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തിരുമ്പലില്ല. ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പുക. ഇത് ഇന്നലെ തിരുമ്പാനുള്ള മെഷീനൊക്കെ അങ്ങോട്ട് ഇട്ടതായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് തിരുമ്പലും കഴിച്ച്. പിന്നെ ഇതാ ഇന്ന് കറിയൊക്കെ ഇടാനുള്ള ചീനമുളക് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചീനമുളക് നിറയെ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലൊട്ടി വെച്ച തൈയാണ് കേട്ടോ. അപ്പോൾ കുറേ ഇന്നലെ വിചാരിച്ചിരുന്നു മുളക് അറുത്ത് കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ മറന്നു. അപ്പോൾ ഇന്ന് വന്ന് നോക്കി മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നല്ലോണം ചീനമുളക് കണ്ടപ്പോൾ പിന്നെ വേഗം വന്ന് കാണാം അതൊന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോകാണ് കേട്ടോ. ചീനമുളക് കിട്ടാൻ നല്ല ടേസ്റ്റാണല്ലോ കറിക്ക്. പിന്നെ ഇക്കാക്കാണെങ്കിലോ ചീനമുളക് കടിച്ച് കൂട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറ്റക്കും കഞ്ഞിക്കായാലും എന്തിനായാലും ചീനമുളക് കടിച്ച് കൂട്ടണം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ചീനമുളക് നല്ല മൂത്തതായിട്ടൊക്കെ ഒന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോവാണ്. ഇനി കുറച്ച് ദിവസത്തിനൊന്നും മുളകൊന്നും കൊണ്ടുവരണ്ട കേട്ടോ. കാരണം അത്യാവശ്യം ചീനമുളക് ദീമം തന്നെ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കറിക്കായാലും വെള്ളത്തിക്കായാലും ചീനമുളക് നല്ല രസമാണല്ലോ അല്ലേ. അങ്ങനെ മുളകൊക്കെ അറുത്ത് കൊണ്ടുവന്ന് കാണാം. പിന്നെ ഒന്ന് കുമ്പളം കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുമ്പളം എന്താ കറി വെക്കാന്നുള്ള ചിന്തയാണ് രാവിലെ. അപ്പോൾ നമ്മൾ കുമ്പളം കണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജിൽ കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കുമ്പളങ്ങ കറിയാണ് വെക്കട്ടെ വിചാരിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചീനമുളകും കൊണ്ട് കുത്തിയിട്ട് കാണ്ട് കുറച്ച് ഊർക്കാപ്പുളി വേണം. പുളിക്കിപ്പോൾ പുളി വാങ്ങലില്ല. ഇപ്പോൾ ഊർക്കാപ്പുളിപ്പോൾ നിറയെ ഊർക്കാപ്പുളി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഊർക്കാപ്പുളി ഇടലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഊർക്കാപ്പുളി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അപ്പക്ക് മാത്രം മരത്തുമ്മ പോയി എടുത്ത് കൊണ്ടുവരലാണ് കേട്ടോ ഊർക്കാപ്പുളി. അല്ലാതെ നമ്മൾ ഊർക്കാപ്പുളി കൊണ്ടുവന്ന് വെക്കലൊന്നുമില്ല. മറ്റേ പുളി വാങ്ങലുമില്ല. ഇപ്പോൾ ഊർക്കാപ്പുളി ഉണ്ടായാൽ പിന്നെ പുളി തന്നെ ഊർക്കാപ്പുളി തന്നെ ഇടല്. നല്ല ടേസ്റ്റുമാണ് അതിനും. വെറുതെ കാശ് കളിയും വേണ്ടല്ലോ പുളിക്ക്. അപ്പോൾ 2 മരം ഉണ്ട് കേട്ടോ. അവിടെ 2 മരത്തുമ്പോഴും നമുക്ക് ആവശ്യമുള്ള ഊർക്കാപ്പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല മൂത്ത ഊർക്കാപ്പുളി കുറച്ച് അറുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി ഇട്ട് കൊടുക്കും കറിക്ക്. ഏത് കറിയാണെങ്കിലും മീൻ കറിയാണെങ്കിലും കറുമത്തി കറിയാണെങ്കിലും ഒക്കെ ഊർക്കാപ്പുളി തന്നെയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രസമാണ് കേട്ടോ.
അങ്ങനെ ഉറുക്കാപ്പുളിയും ചീനമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകാണ്ട് നമ്മളങ്ങോട്ട് വേവിച്ച് വെക്കണം. കുമ്പളങ്ങ കഷ്ണം ഇട്ടാൽ ആ കുമ്പളങ്ങക്ക് ഇനി അരച്ച് പാരാറുണ്ട്. അരച്ച് കറി വെക്കണം, അല്ല ഞാൻ ഇവിടെ തികയൂല, രാത്രിക്കൊക്കെ വേറെയും വെക്കേണ്ടി വരും. അപ്പോൾ എന്നും അരച്ച് തന്നെ കറി വെക്കലിട്ട്. ആ അരച്ച് കറി വെച്ചാൽ തന്നെ നമ്മുടെ പെരയിൽ തികയുള്ളൂ. കാരണം കുട്ടികളൊക്കെ നല്ലോണം കറി പാരും കേട്ടോ, രണ്ടാൾ നല്ലോണം കറി വേണം അവർക്കൊക്കെ. പിന്നെ 2 നേരം ആകുമ്പോഴത്തേനും ഒരു എങ്ങനെയായാലും ഒരു തേങ്ങ മൊത്തം ഇട്ടിട്ട് തന്നെ ഒരു കറി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരിയൊക്കെ ഏകദേശമൊക്കെ ആയി തുടങ്ങിയിരിക്കണം. അപ്പോൾ നല്ല വേവുള്ള അരിയാണ്. റേഷൻ അരി ആകുമ്പോൾ പിന്നെ എപ്പോൾ തീമിട്ടാലും മതി, നേരം വൈകി തീമിട്ടാലും നേരത്തെ തീമിട്ടാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞ് പോകാൻ പറ്റും. പക്ഷേ ഈ അരിയാണെങ്കിൽ നല്ല വേവുള്ള അരിയാണ് ഇക്ക കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ നേരത്തെ ഇട്ടും ചെയ്തിരിക്കണം കേട്ടോ, വെന്ത് കിട്ടണമെങ്കിൽ. ആ ഉപ്പൊക്കെ ഇട്ടുകാണ് നമ്മളങ്ങോട്ട് കുക്കറിലങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ എല്ലാം നമ്മൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. കുക്കറിലാണ് കറികളൊക്കെ വെക്കുക, എല്ലാ കറിയും കുക്കറിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ കറിയൊക്കെ വെച്ചിട്ടുണ്ട്, വിസിലടുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കറി തേങ്ങ ഒക്കെ അത് ചിരകി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകുന്ന ഡ്യൂട്ടിയാണ്. തേങ്ങ നമ്മൾ ഒരു തേങ്ങ തന്നെയാണ് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടാണ് ചിരകുണ്ട്, എന്നെങ്കിലേ കറി 2 നേരത്തിനുണ്ടാവുള്ളൂ കേട്ടോ. കുട്ടികളും എല്ലാവരും കൂടി അടിയിൽ എങ്ങനെയായാലും കറി തികയൂല. ഇതാ കറി തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുത്ത് അരക്കണം. പിന്നെ കറി കഴിഞ്ഞിട്ട് വേണം പിന്നെ എന്താണെന്നുള്ള ആലോചിക്കാൻ കേട്ടോ. പിന്നെ ഇതാ മീൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. നല്ല ഉറുക്കാപ്പുളിയും ചീനമുളകൊക്കെ നല്ലോണം കൂടെ കുത്തിയിട്ടിട്ട് നല്ല എരിവും പുളി തന്നെ ഉണ്ട് ഞാനൊക്കെ ഉണ്ടാക്കല്. ഇവിടെ കുട്ടികൾക്ക് എരിവ് പറ്റാത്ത കേടൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല എരിവും ഇതൊക്കെ കൂട്ടിയിട്ട് തന്നെ മക്കളൊക്കെ തിന്നട്ടോ. ഞാൻ അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഇടും കേട്ടോ, കറിക്കായാലും മീനിക്കായാലും എന്ത് കൂട്ടാം. പിന്നെ ഇതാ നമ്മളിവിടെ കയ്പ്പങ്ങ കൊണ്ടുവന്നി, നല്ല കയ്പ്പങ്ങ. അപ്പോൾ കയ്പ്പങ്ങൻ്റെ കയ്പ്പ് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരു ഊർക്കാപ്പിളി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കയ്പ്പൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ പിന്നെ കയ്പ്പങ്ങൻ്റെ നല്ല കയ്പ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ല ഉപ്പ് തിരുമ്മിയൊക്കെ വെക്കാറുണ്ട് അല്ലേ. ഞാൻ ചെറിയ കഷ്ണം ഊർക്കാപ്പിളി ഇട്ട് കൊടുക്കും കേട്ടോ, എന്നാൽ പിന്നെ വലിയ കയ്പ്പൊന്നും ഉണ്ടാവില്ല. നമ്മളെ കറിയൊക്കെ ആയി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടൊക്കെ ഉണ്ട് കയ്പ്പങ്ങ കേട്ടോ, പൊരിച്ചെടുക്കല്ല. അതിൽ കണ്ടില്ലേ 2-3 ഒരു ഊർക്കാപ്പിളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ, ഒരു കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കണം, കയ്പ്പ് കുറഞ്ഞ് കിട്ടും കേട്ടോ ഊർക്കാപ്പിളി. പിന്നെ അതിക്കും ഞാൻ ചീനമുളകിനെ ഇട്ട് കൊടുക്കണത്, ചീനമുളക് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്പ്പങ്ങ അവിടെ ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾക്ക് ചിലവർക്ക് ഇഷ്ടമില്ല, പക്ഷെ പൊരിച്ചാലും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ നിന്ന് കയ്പ്പങ്ങ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കയ്പ്പങ്ങയ്ക്ക് മുളക് അങ്ങോട്ട് കീറിയിടണേക്കാളും നല്ലത് ചതച്ചിടുകയാണ് വിചാരിച്ച് ചീനമുളക് അങ്ങോട്ട് കുത്തിയിട്ട് കൊടുക്കണം. എരിവും പുളി ഒക്കെ ആവട്ടെ വിചാരിച്ചിട്ട് ചീനമുളക് അങ്ങോട്ട് കുത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം മിക്ക വരാറായിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ പോയാൽ പിന്നെ ഒറ്റയ്ക്കേനേ ഉള്ളൂ. ബാക്കിയുള്ള പണികൾ അടിക്കലും തുടക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല. ചോറും കൂട്ടാനും ആക്കിയതിന് ശേഷം ഞാൻ അടിക്കലും തുടക്കലൊക്കെ കേട്ടോ. തിരുമ്പാനുള്ളത് പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് തിരുമ്പൽ കഴിഞ്ഞതുകൊണ്ട് പിന്നെ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ ഇത് നമ്മളിവിടെ മീനൊക്കെ മുറിക്കലൊക്കെ കഴിഞ്ഞ് മത്തിയാണ് കിട്ടുക, നല്ല നാടൻ കുഞ്ഞമത്തി എന്നിട്ടാണ്. അപ്പോൾ അതങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കും കേട്ടോ. ഈ മീൻ വറ്റിച്ചിനീക്കും മീൻ പൊരിച്ചിനീക്കൊക്കെ ചിക്കൻ മസാല ഒക്കെ ഇട്ടെടുത്ത് കൊണ്ട് നല്ലൊരു ചൊയ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു ഉള്ളി, പിന്നെ ഊർക്കാപ്പിളി, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ സുർക്കയോ എന്തെങ്കിലും പുളിക്ക് വേണ്ടി അത് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചിക്കൻ മസാല കുറച്ചിട്ട് ഇഞ്ചി ഇല്ലിട്ട് വെളുത്തുള്ളിയും കഴിഞ്ഞിരുന്നു ഇഞ്ചിയും കഴിഞ്ഞിരുന്നു, അപ്പോൾ രണ്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഇതൊക്കെ ഇട്ടുകാണ്ട് ചീനമുളകാണ് കുത്തിക്കാണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഇക്ക എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതൊന്നും ഇടാതെയാണ് കേട്ടോ അന്ന് വെള്ളം വറ്റിച്ചത് ഉണ്ടാക്കണത്. മത്തി വറ്റിച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. മത്തിയാണെങ്കിലും ഇപ്പം ഞാൻ അധികം വറ്റിക്കലാണ് കേട്ടോ. ഊർക്കാപ്പിളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അധികം വറ്റിക്കലാണ്, മറ്റേത് ദിവസം പൊരിക്കലാണ്. പക്ഷെ ചെറിയ കുഞ്ഞമത്തിയൊന്നും പൊരിച്ചാൽ നമുക്ക് കാണൂല. വലിയ മത്തിയൊക്കെ ആണെങ്കിൽ പൊരിച്ചെടുക്കും, അയിലാണെങ്കിലും പൊരിച്ചെടുക്കും. പിന്നെ ഈ ചെറിയ മത്തിയൊക്കെ ആകുമ്പോൾ അധികം ഇങ്ങനെ വറ്റിക്കൽ തന്നെയാണ് കേട്ടോ. വറ്റിച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ മറ്റേത് ആദ്യം വറ്റിച്ചതൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ ഏതായാലും ഇപ്പോൾ ഒന്നായിട്ട് നല്ല മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം മീനിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഉച്ചക്കൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മീൻ, പിന്നെ രാത്രിയൊക്കെ വേറെ നോക്കിയിട്ട് വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി ഊർക്കാപ്പിളിയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഊർക്കാപ്പിളി പിന്നെ നേരത്തെ തന്നെ കൊണ്ടുവന്ന ഊർക്കാപ്പിളി ഉണ്ട്, അത് ഇനി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നല്ല എരിവും മസാലയും ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഊർക്കാപ്പിളിയൊക്കെ ഇട്ട് കൊടുക്കുക.
അങ്ങനെ ഇതാ ഓർക്കാപ്പിൾ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കാണാൻ തീം വെച്ചാൽ നമ്മുടെ മീനിൻ്റെ പരിപാടി കഴിഞ്ഞ് ചോറും കൂട്ടാനും മീനും ഒക്കെ ആയിട്ടാണ്. ചോറ് ഇവിടെ വന്നിട്ടില്ല, ചോറ് വേവണുള്ളൂ. ചോറ് ഏതായാലും ഉച്ചയ്ക്ക് വരാൻ നേരം നട്ടുച്ച തന്നെ ആവട്ടെ ചോറ് വെന്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ നല്ല വേവുള്ള അരിയായ നല്ല ഗതികേടുണ്ട് ചോറൊക്കെ വെന്ത് കിട്ടാനായിട്ട്. പിന്നെ മക്കളൊന്നും ഇല്ലല്ലോ, കഞ്ഞി ചോദിക്കാൻ പറ്റിയ ഞാൻ കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കഞ്ഞി അങ്ങോട്ട് വെച്ച് കൊടുക്കും കേട്ടോ. റേഷൻ ഏരിയ എന്തെങ്കിലും ഇട്ടിക്കാണ്ട് കഞ്ഞി വെക്കും. അങ്ങനെ ഇതാ മീനും മസാലയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനിക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിനും കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈപ്പങ്ങയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പാത്രം കൈകൾ കഴിഞ്ഞിട്ടില്ല എന്നിട്ട്. അപ്പോൾ പിന്നെ എല്ലാ പാത്രങ്ങളും ആ മീൻ അങ്ങോട്ട് വറ്റിക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. പിന്നെ പാത്രങ്ങളും കൂടി കഴുകി കഴിഞ്ഞാൽ അകം അടിച്ചേല തുടക്കുക, ബാക്കി തിരുമ്പ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരുങ്ങണം കേട്ടോ. അപ്പോൾ അതിന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ രാവിലെ പാത്രം കഴുകലാണ് കഴിക്കും, പക്ഷെ ഇന്ന് കഴിച്ചിട്ടില്ല. ഇന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകാൻ നിൽക്കുന്നത് കേട്ടോ. കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചൂട്ടിൻ്റെ കയറ്റം നടക്കാനും വർത്താനം പറയാനൊക്കെ അങ്ങ് നേരം പോകും. അപ്പോൾ കുട്ടികളില്ല കഴിഞ്ഞാൽ പിന്നെ മടിയാണ്, ആക്കം പോലെ ഇങ്ങനെ എടുക്കുള്ളൂ പരിപാടികളൊക്കെ. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ കുപ്പിയിലുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചപ്പുണ്ടെങ്കിൽ ചപ്പും കൂടി അങ്ങോട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് നമ്മളെ മീൻ വറ്റിച്ചത്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും കഴിഞ്ഞിന്ന് ചപ്പും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മീനൊക്കെ വറ്റിച്ചൽ കഴിഞ്ഞ് അപ്പോൾ അതങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അങ്ങനെ ക്ലീൻ ആക്കാനൊക്കെ ഒരുങ്ങണം. അതിൻ്റെ ഇടയിൽ ഇക്ക വന്ന് ഇക്കക്ക് ചോറൊക്കെ വിളമ്പിച്ച് കൊടുത്തിരിക്കണം കേട്ടോ. ചോറും കൂട്ടാനും കാര്യങ്ങളും ഒക്കെ അവിടെ ടേബിളിൽ വെച്ചിരിക്കണം. കുക്കറോടക്കലും പാത്രത്തോടൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ ഇക്ക മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇക്കാൻ്റെ കൂടെ തന്നെ ഞാനും കൂടി ചോറുന്നു കേട്ടോ. അപ്പോൾ ഇതാ കറിയും മീൻ ചട്ടിയും കുക്കറും ഒക്കെ അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് ടേബിളൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇക്കാനെ വിളിക്കാൻ ചോറ് കൊടുക്കാനൊക്കെ ഏകദേശം ബാങ്ക് കൊടുത്തിട്ടാണ്. ഇനി ചോറ് തിന്നതിന് ശേഷം വേണം തുടക്കാനും കാര്യങ്ങളൊക്കെ. ആകെ അടിച്ചെല്ലാം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബാക്കി തുടക്കലാണ്. അത് ഇനി ചോറൊക്കെ വെച്ചതിന് ശേഷമാണ് തുടക്കം. അതിൻ്റെ ഇടയിൽ ഇതായിക്ക ചോറുന്നാൻ അങ്ങോട്ട് ഇരുന്നാൽ അപ്പം വരും കേട്ടോ നമ്മുടെ പൂച്ചട്ടാ. ഇവിടെ ഒരു പൂച്ച ഉണ്ട്. ഇവിടെ കുട്ടികളെയും മക്കളായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇക്ക അങ്ങോട്ട് ചോറുന്നാൻ വന്നാൽ മാത്രമാണ് ആ പൂച്ച വരുള്ളൂ, അല്ലാത്ത നേരത്തൊന്നും വരില്ല. ഇക്കാൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും കിട്ടണം. അപ്പോൾ ഇക്ക ഇങ്ങനെ അടുക്കളയ്ക്ക് ചോറുന്നാൻ എത്തിയ പൂച്ച വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആട്ടും. കാരണം അത് ആന കള്ളത്തിയാണ് നമ്മൾ ചോറുന്നാനും പൂച്ച മീൻ തിന്നാനും ഒക്കെ നടക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആട്ടും അതിന്. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരില്ല. പക്ഷേ ഇക്ക ചോറുന്നാൻ ഇരുന്നാൽ അപ്പം എങ്ങനെയെങ്കിലും ആയിട്ട് അതവിടെ എത്തും. ഇക്ക ഫസ്റ്റ് ചോറുന്നാൻ നിൽക്കുന്ന ഫസ്റ്റ് ഉരുള മീനും കുഴച്ചിട്ട് പൂച്ചക്ക് കൊടുക്കുകയും ചെയ്യും. അതെങ്ങനെ കിട്ടിയതുകൊണ്ട് തന്നെ പൂച്ച വേഗത്തിൽ ഓടി വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചോറൊക്കെ തിന്നൽ തുടങ്ങി ഇനി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ കേട്ടോ.